വേദനകളില്ലാത്ത ലോകത്തേക്ക് മംഗലാംകുന്ന് ഗണേശൻ. ഒടുവിൽ വേദനകൾക്ക് വിരാമമിട്ട് മംഗലാംകുന്ന് ഗണേശൻ യാത്രയായി. കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ ഒരു കാലത്ത് തലയെടുപ്പോടെ നിറഞ്ഞു നിന്ന മംഗലാംകുന്ന് ഗണേശൻ ഇന്ന് ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗണേശന്റെ ആരോഗ്യനില ഏറെ മോശമായിരുന്നു. നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഗണേശന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും കിടക്കത്തഴമ്പുകൾ പൊട്ടി മുറിവുകളായ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആനയുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും നിരവധി വിമർശനങ്ങൾ ഉയർന്നു. ജൂലൈ 12 ശ്രീകൃഷ്ണപുരം മംഗലാംകുന്നിൽ നടക്കുന്നതിനിടെ ഗണേശൻ കുഴഞ്ഞു വീണു. ഏറെ നാളുകളായി അവശ്യനിലയിൽ കഴിഞ്ഞിരുന്ന ഗണേശൻ ആ വീഴ്ചയ്ക്ക് ശേഷം എഴുന്നേറ്റില്ല. ഒടുവിൽ മംഗലാംകുന്നിലെ ആനത്തറയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഗണേശൻ വിട പറഞ്ഞത്. ഒരു കാലത്ത് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളുടെ ആവേശമായിരുന്നു ഈ കൊമ്പൻ. ലക്ഷണമൊത്ത ശരീരഘടനയും തലയെടുപ്പും നീണ്ട തുമ്പിക്കൈയും 18 നഖങ്ങളുമെല്ലാം ഗണേശനെ ആനപ്രേമികളുടെ പ്രിയങ്കരനാക്കി. കാലം കടന്നപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അവനെ ഉത്സവപ്പറമ്പുകളിൽ നിന്നകറ്റി. ഒടുവിൽ നീണ്ട വേദനകൾക്കും അവശതകൾക്കും വിരാമമിട്ട് ഗണേശൻ യാത്രയായി. കേരളത്തിൽ ഓരോ നാട്ടാനയും വിട പറയുമ്പോൾ അതൊരാനയുടെ മാത്രം വിയോഗമല്ല, അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ നാട്ടാന പാരമ്പര്യത്തിൽ നിന്ന് മറ്റൊരു പേരുകൂടി മായുകയാണ്. മംഗലാംകുന്ന് ഗണേശന് ആദരാഞ്ജലികൾ നേരുന്നു.